ചിപ്പി റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. സവാള നന്നായിട്ട് വഴന്ന് വരണം. സവാളയും ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് സവാള വെന്ത് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാള. ഇനി ഇഞ്ചി വെളുത്തുള്ളി തല്ലിയതും പച്ചമുളകും ഇടാം. ഇതിൽ നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഒരു അല്പസമയം അടച്ചു വയ്ക്കുക. എന്നിട്ട് സിമ്മിലോട്ടിടുക. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിരിക്കും. സവാള റെഡിയാവുന്നതിനിടയ്ക്ക് ചിപ്പിയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ കളയണം. ചിപ്പി നന്നായിട്ട് ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ചിപ്പി ഇനി പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിടണം. മുളക് പൊടി 1 സ്പൂൺ കൂടെ ഇടാം. അടുത്തത് പെരുംജീരകം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കുക. ഇനി ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സവാളയിൽ ശകലം ഉപ്പ് ചേർത്തായിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതിലോട്ട് ചിപ്പി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിപ്പി പൊടിഞ്ഞു പോകരുത്. നമ്മളിത് ആദ്യം വേവിച്ചതിന് ശേഷമാണ് ചിപ്പി റോസ്റ്റ് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ചിപ്പിയിലോട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ശകലം അടച്ച് വെക്കാം. ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് കറുവാപ്പട്ട, 1 ഏലക്ക, ഗ്രാമ്പു ഇത്ര ഇട്ടു.
ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ്. ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.